പിതൃതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തെ തകർക്കാൻ ചിലർ നടത്തുന്ന ശ്രമം തിരിച്ചറിയണമെന്ന് ദേവസ്വം ചുറ്റമ്പല നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി കാലാകാലങ്ങളായി ക്ഷേത്രത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മുൻപ് പുല്ലുമേഞ്ഞ ക്ഷേത്രം ഘട്ടം ഘട്ടമായ വികസനത്തിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് തത്വശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെയും തന്ത്രി തരനല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും നിർദ്ദേശത്തോടെയാണ് എല്ലാ പ്രവൃത്തികളും നടത്തുന്നത്. ശ്രീകോവിൽ പുനരുദ്ധരിച്ച് 2011 കലശം നടത്തിയിരുന്നു. രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2018 നടത്തിയത്. രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2018 തുടങ്ങിയത്. പൂർണ്ണമായും ശിലയിൽ കൊത്തുപണികളോടെയും മേൽത്തരം തേക്ക് മരം ഉപയോഗിച്ചും മേൽക്കൂര തേക്കിൻ്റെ പോർപ്പലക അടിച്ച് ചെമ്പ് ഷീറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ജീർണാവസ്ഥയിലും പൊളിഞ്ഞു വീഴാറായതുമായ ചുറ്റമ്പലത്തിൻ്റെയും പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പൗരാണികത നശിപ്പിച്ച് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്നുവെന്നാണ് ആക്ഷേപം. ഇത് ശരിയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു ടീം വർക്ക് ചെയ്ത് ശരിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ വർക്ക് ചെയ്തിട്ട് അവർ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പറഞ്ഞ് പിന്നെ ഇതിനെ ഇല്ലാതാക്കി അവരേറ്റെടുക്കുന്ന രീതിയിലേക്ക് പിന്നെ ഒരു രീതി. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ പനമരത്തിനടുത്തുള്ള പിന്നെ ഒരു ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പിന്നെ ഇല്ലേ, അത് അവർ ഏറ്റെടുത്തതാണ്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതാണ്. ഇന്ന് വരെ അതൊന്നും തൊട്ടിട്ടില്ല, അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇത് തന്നെയാണ് അവരെ ഉദ്ദേശിക്കുകയാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഭക്തജനങ്ങളിൽ നിന്നുള്ള സംഭാവനയാലും ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ചുമാണ് ചുറ്റമ്പല പ്രവൃത്തി നടത്തുന്നത്. ബലിതർപ്പണത്തിനെത്തുന്ന വിശ്വാസികൾക്ക് പാപനാശിനിയിലേക്കുള്ള യാത്ര ദുർഘടമായിരുന്നു. വന്യമൃഗശല്യമുള്ള ഈ ഭാഗത്ത് സർക്കാർ സഹായത്തോടെ അടുത്തിടെ നടപ്പാത നവീകരിക്കുകയും ഈറൻ മാറാനുള്ള ഫെസിലിറ്റേഷൻ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഈ കേന്ദ്രം ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാണ്. ഫെസിലിറ്റേഷൻ സെൻറ്റർ കക്കൂസാണ് എന്ന രീതിയിലും ഇവിടെയുള്ള കക്കൂസ് മാലിന്യങ്ങൾ പാപനാശിനിയിൽ ഒഴുക്കുന്നു എന്ന രീതിയിലും പ്രചാരണം നടത്തുന്നുണ്ട്. അത് ശരിയല്ല എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.